പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ കൊടുങ്കാറ്റടിച്ചിട്ട് സകല പിടുത്തവും വിട്ടുപോകുന്ന രംഗമുണ്ട് അല്ലേ? അത്തരം രംഗങ്ങൾ വരുമ്പോൾ ജീവിതം ഒടുക്കിക്കളയുന്ന ആളുകൾ മഅദല്ലാഹ്, അല്ലാഹു കാകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തിനാ പ്രിയപ്പെട്ടവരെ അത്തരം വലിയ ഗൗരവമുള്ള ജീവിതകാലം മുഴുവൻ നാളെ ആഖിറത്തിൽ മരണമില്ലാത്ത മരണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക? അത്തരം വിഷയങ്ങളിലേക്ക് പോകാതെ സിമ്പിളായിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാം. മല പോലത്തെ പ്രശ്നമാണെങ്കിലും സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. അള്ളാഹിൻ്റെ സഹായം നേരിട്ടിറങ്ങും. മലക്കുകളെ കൊണ്ട് അള്ളാഹു സഹായിക്കും. ഭൗതിക സഹായം വേണോ അള്ളാഹു നൽകും. എന്താ അള്ളാഹുവിൻ്റെ മനോഹരമായൊരു ഇസ്മുണ്ട്. ആ ഇസ്മ മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ മഹാന്മാർ പറയുന്നത് പോലെ ഉപയോഗപ്പെടുത്തിയാൽ മതി. മാത്രമല്ല, ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന കൂലി എന്താണെന്നറിയോ? ഒന്ന് അറിയണം. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരേ ഒരു മാർഗ്ഗമാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാറെ ഫജറിൻ്റെ കുടുംബം കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒരുപാട് സഹോദര സഹോദരിമാരും ഉമ്മൂപ്പമാരെല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ വരും. അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, കുടുംബപരമാകാം. ഒട്ടനവധി പ്രയാസങ്ങൾ. പലരും പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു അപാരമായ ടിപ്സ് ഉണ്ട്. നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള വിഷമങ്ങൾക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പോക്കറ്റിലുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എന്താണ് ഈ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റവും എളുപ്പത്തിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്താ? ഹദീസിൽ കാണുന്നുണ്ട്. മഹാനായ ഹസ്സൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ് ഹസ്സൻ റളിയല്ലാഹു തആല അൻഹു. അറിയാലോ, ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ അതേപോലെ അലിയ റളിയല്ലാഹു തആല അൻഹു, ആ ദമ്പതികളുടെ പൊന്നുമോനാണ് ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. പൊന്നിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ, അവിടുന്ന് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന ആദരിച്ച കുട്ടികൾ. സീദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ ലീഡർഷിപ്പ് ഈ മഹാന്മാരായ രണ്ട് സ്വഹാബത്തിനാണ്, രണ്ട് കുട്ടികൾക്കാണ്. അതാണ് ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. അതിൽ ഹസ്സൻ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന ഹദീത്ത് മഹാനവറുകൾ പറയാണ്, ഖാലലി ജദ്ദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഒരു വേള എൻ്റെ വല്ലുപ്പയായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ വല്ലുപ്പ എന്നോട് ഒരു തവണ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ബുനയ്യ അലൈക ബിൽ ഖനാഅ, ഹേ കുഞ്ഞുമോനെ, നീ മുറുകെ പിടിക്കണ്ട. നിനക്ക് സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, കടങ്ങൾ വന്നാലും, കുടുംബത്തിൽ വിഷമങ്ങൾ വന്നാലും, എത്ര പ്രയാസം എവിടെയൊക്കെ നിങ്ങൾക്കുണ്ടായാലും അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരു മരുന്ന് നീ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ. പിന്നൊരു കുഴപ്പമില്ല. അലൈക ബിൽ ഖനാഅ, നീ ഖനാഅത്തിനെ മുറുകെ പിടിക്കണം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നൽകിയത് അത് എത്ര കുറച്ചാണെങ്കിലും, ഇച്ചിരി ഉള്ളെങ്കിൽ പോലും, ഷോർട്ടേജ് ആണെങ്കിൽ പോലും, അള്ളാഹുവേ ഇത് നീ തന്നതല്ലേ, ഇത് നീ എനിക്ക് കണക്കാക്കിയതാണ്, ഇനി ഞാൻ തല കുത്തി മറിഞ്ഞാലും ഇത് കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റൂല, നീ കണക്കാക്കിയതേ കിട്ടുള്ളൂ. അൽഹംദുലില്ലാ, നീ തന്നതിൽ എനിക്ക് വല്ലാത്ത പൊരുത്താണ്. സന്തോഷത്തോടുകൂടെ വാടകയ്ക്ക് താമസിക്കുന്നവൻ കരുതാണ്, റബ്ബേ അള്ളാഹുവേ, എനിക്കിപ്പോൾ വാടക കൊടുത്ത് ജീവിക്കാൻ, എൻ്റെ മക്കളെ പോറ്റാനുള്ള ഗതിയും ജോലിയും ആരോഗ്യവും തന്നത് നീയല്ലേ. ജോലിക്ക് പോകാൻ പറ്റാതെ, വാടക പോലും കൊടുക്കാൻ പറ്റാതെ എത്ര ആളുകളാണ് എട്ടങ്ങേറാകുന്നത്. വീടില്ലാത്ത എത്ര ആളുകളാണ്, അവർക്ക് വാടക എടുക്കാൻ നിർവാഹമില്ല, ചുമ്മാ കടത്തിണ്ണയിൽ കിടക്കുന്നില്ലേ ആണും പെണ്ണും, കൊച്ചുമക്കളടക്കം ചുമ്മാ തുണി പൊതിഞ്ഞിട്ട് കടത്തിണ്ണയിൽ കിടക്കുന്ന കാഴ്ച എത്ര വേദനയാണ്. അള്ളാഹു എന്നെ അങ്ങനെ ആക്കിയില്ലല്ലോ. അള്ളാഹ് വാടക വീട്ടുകാരൻ്റെ സന്തോഷമായി. ആലോചിച്ച് നോക്ക്. വാടക സ്വന്തം വീട്ടിൽ കിടക്കുന്നവനോ, അള്ളാഹുവേ വാടക എത്ര പ്രയാസപ്പെട്ട വാടക കൊടുക്കുക, സ്വന്തം വീടില്ലല്ലോ, എനിക്കത് നീ തന്നല്ലോ അല്ലാ, സന്തോഷമായി. ഏത് മേഖലകളിലും അങ്ങനെയാണ്. 10 രൂപ കിട്ടുന്നവൻ, അള്ളാഹുവേ എനിക്ക് 2 രൂപ കിട്ടിയെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, 10 കിട്ടുന്നുണ്ടല്ലോ അല്ലാ. അലൈക ബിൽ ഖനാഅ, ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടാൻ തയ്യാറാണെങ്കിൽ,
എന്ത് കരുതിയിട്ട് അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കണ്ടെന്നോ കൂടുതൽ അധ്വാനിക്കണ്ടെന്നോ മണിക്കൊണ്ടാന്നോ അല്ലേ പറയുന്നത്. അള്ളാഹു നൽകുന്നത് എത്രയാണെങ്കിലും അതിൽ സന്തോഷം, അതിൽ പരാതിയില്ല. അതിൽ റാഹത്തായിട്ട് നിന്റെ മനസ്സിനെ നീ പാകപ്പെടുത്തിയാൽ, അങ്ങനെ നിന്റെ മനസ്സിനെ നീ അങ്ങനെ പാകപ്പെടുത്തിയാൽ തകുൻ മിൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാകും? നീയാകും. എല്ലാ സൗകര്യമുള്ള ആള് സന്തോഷത്തോടുകൂടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അങ്ങനെ ജീവിക്കും പോലെയാണ്. നിന്റെ ഉള്ള സൗകര്യം അനുസരിച്ച് നീ റാഹത്താകുമ്പോൾ നിനക്കതിൽ സമ്പന്നനെ പോലെ ആകാൻ കഴിഞ്ഞു. അങ്ങനെയാകാൻ പറ്റും. അതാണ് ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ദീവാൻ എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിൽ പറയുന്നുണ്ടല്ലോ, ചില വരികൾ കാണുന്നുണ്ട്. ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. നീ നിനക്ക് അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ, നീയും നാട്ടിലെ രാജാവും ഒരേപോലെയാണ്. രാജാവ് എല്ലാ സൗകര്യങ്ങളെയും തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ നീ നിന്റെ സൗകര്യങ്ങൾ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക, നീയും അയാൾ ഒരേപോലെ ആകുകയാണ്. അപ്പോൾ നിനക്ക് ഖനാഅത്ത് വേണം, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥ. എന്നിട്ടോ വഅദ്ദിൽ ഫറാഇല, ഫറലുകൾ വീട്ടണം. ഫറലായ നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, എന്തുമാകട്ടെ, നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായിട്ട് വീട്ടണം. മാതാപിതാക്കളെ പോറ്റുക, മക്കളെ പോറ്റുക, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അവളെ പോറ്റുക, അവളെ സംരക്ഷണം കൊടുക്കുക, ഇതൊക്കെ ഈ നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം. സുന്നത്തുകൾ സൗകര്യം പോലെ മതിയല്ലോ, അത് കൂലി കൂടാനല്ലേ. നിർബന്ധമായ കാര്യം ഉറപ്പാക്കണം. അപ്പോൾ അത് നീ ശ്രദ്ധിച്ചു കൊടുത്താൽ തകുൻ മിൻ അഅ്ബദിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് എടുക്കുന്ന ആൾ നീയാകും. ഫറള് കൃത്യമാക്കണം. അതോടൊപ്പം സുന്നത്തുകൾക്ക് അത് ഓരോരുത്തരുടെയും അവസ്ഥകളും ആരോഗ്യം അനുസരിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫർളുകളെ നീ പരിഗണിക്കണം. യാ ബുനയ്യ ഇന്ന ഫിൽ ജന്നത്തി ശജറ, കുഞ്ഞുമോനെ സ്വർഗത്തിലൊരു മനോഹരമായ വൃക്ഷമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ലൈവായിട്ട് സ്വർഗം കണ്ട റസൂലാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ മനോഹരമായ ഒരു വൃക്ഷമുണ്ട്. എന്താ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത ഷജറത്തുൽ ബൽവ എന്നാണ് ആ വൃക്ഷത്തിൻ്റെ പേര്. ആ വലിയ മരത്തിൻ്റെ പേര് ഷജറത്തുൽ ബൽവ. അതായത് പരീക്ഷണങ്ങളേറ്റ ആളുകളുണ്ടല്ലോ, ബലാഉകളേറ്റ രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അംഗവൈകല്യങ്ങൾ കൊണ്ടും വേദനിക്കുന്ന ആളുകൾ, അവരെ കൊണ്ടുവരും, അവർക്ക് സമ്മാനമായി കൊടുക്കും. യുഅ്താ ബിഅഹ്ലിൽ ബലായ ഫലാ യുൻസബു ലഹും മീസാനുൻ. ഈ ലോകത്ത് ദുനിയാവിൽ വെച്ച് രോഗവും കഷ്ടപ്പാടും വിഷമവും എപ്പോൾ നോക്കിയാലും ഇടങ്ങേറാണ്. അങ്ങനെ ജീവിച്ച ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ എല്ലാ ആളുകളും സുഖിച്ച് ജീവിച്ച ആളുകൾ, സന്തോഷത്തോടുകൂടെ നല്ല അടിപൊളിയായിട്ട് നടന്ന ആളുകൾ അവിടെ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൻ്റെ അവിടെ ഇങ്ങനെ വിറച്ച് നിൽക്കാം. ലാ യത്തക്കല്ല മുഹദൻ അഹദ, ഒരാളും മറ്റൊരാളോട് മിണ്ടുന്നില്ല. വാപ്പാനെ കാണുന്നുണ്ട്, ഉമ്മാനെ കാണുന്നുണ്ട്, ഭാര്യനെ കാണുന്നുണ്ട്, പെങ്ങളെ കാണുന്നുണ്ട്, ആങ്ങളേനെ കാണുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. കടപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല. അള്ളാഹു എൻ്റെ കാര്യം എങ്ങനെയാകും? അള്ളാഹ് വലിയ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എവിടെ? മീസാൻ, നന്മ തിന്മ തൂക്കി വെക്കുന്ന സ്ഥലത്ത്, മീസാൻ എന്ന തുലാസിൻ്റെ അടുത്ത്. പക്ഷേ അവിടെ ആരെ കാണൂല? ദുനിയാവിൽ കഷ്ടപ്പെട്ട ആളുകളെ കാണൂല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരവിടെ കാണൂല. അവരുടെ മുന്നിൽ മീസാൻ കൊണ്ടുവരില്ല. അവരെ നന്മ തിന്മ നോക്കാനില്ല എന്ന് അവരെ അള്ളാഹു പരീക്ഷിച്ച് വിജയിപ്പിച്ച ആളുകളാണ്. അവർ ദുനിയാവിൽ കഷ്ടപ്പെട്ടു, ഇനി ഇവിടെ കഷ്ടപ്പാടില്ല. അതുകൊണ്ട് നന്മ തിന്മ നോക്കുന്ന പ്രശ്നമില്ല, തൂക്കുന്ന പ്രശ്നമില്ല. ആ ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകില്ല. അവരുടെ ദീവാനോ ഫലാ യുർഫഉ ലഹും ദീവാനു, അവരുടെ ഏടുകൾ കിതാബ് വായിക്കുന്ന അവസ്ഥ. അള്ളാഹുവേ പടച്ചോനെ ഇതെന്താണ്? ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു, പരസ്യമായിട്ട് ചുമ്മാ തമാശക്ക് പറഞ്ഞു പോലും, ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ അല്ലാ, കുടുങ്ങിയല്ല റബ്ബേ. അങ്ങനെ കിതാബ് വായിക്കുന്ന രംഗം, ഈ രംഗം എവിടെ ഇല്ല? ദുനിയാവിൽ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിച്ച സാധുക്കളായ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഇല്ല. അള്ളാഹു അതീന്ന് വരെ സലാമത്താക്കുന്നുണ്ട്. അലൈഹിം സ്വബ്ബ, അള്ളാഹു ഒരുപാട് ഖൈറുകൾ അവർക്ക് നേരെ ചൊരിഞ്ഞു കൊടുക്കും. ഫഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയത്ത് കൂടെ ഓതി കൊടുക്കുകയാണ് കുഞ്ഞുമോനോട്, ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമിച്ച് ജീവിച്ച് ഞെരുങ്ങി ജീവിച്ച ആളുകളില്ലേ, അവർക്ക് അള്ളാഹു കൂലി കൊടുക്കുന്നത് കേവലം സ്വർഗം കൊടുത്തിട്ട് എടുത്തോന്ന് പറയല്ല, പിന്നെ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ എന്താ കൊടുക്കുക അള്ളാഹ്ക്ക് അറിയും. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഞെരുങ്ങി പ്രയാസപ്പെട്ട് വേദനിച്ച് ജീവിച്ച ആളുകൾ ക്ഷമിച്ചു പോയ ആ ദിവസങ്ങളില്ലേ, അതിന് കിട്ടുന്ന കൂലി എന്താ? അതിൻ്റെ കണക്കല്ലാഹു പുറത്ത് പറഞ്ഞിട്ടില്ല, ഹൈഡ് ചെയ്ത് മറച്ചു വച്ചേക്കാണ്.
ഭയങ്കരമായ കൂലിയ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടൊരു സങ്കടത്തിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടാൻ പാടില്ല. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് മനസ്സിനൊരു ഒരു കരുത്ത് വേണം, ഒരു ഉറപ്പ് വേണം. അള്ളാഹു കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പുണ്ടാകാനും നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനും സിമ്പിളായിട്ട് പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായൊരു മാർഗം മഹാന്മാരായ ഉലമാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തമായ അസ്മാഉൽ ഹുസ്നയിൽ നിന്നും അടർത്തിയെടുത്തിട്ട് ഒരു ഇസ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് ഇസ്മ എന്നറിയോ? യാ നാസിർ യാ അല്ലാഹ്, സഹായിക്കുന്ന റബ്ബേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രഗത്ഭമായ വെറൈറ്റിയായ ഇസ്മാണ്, അള്ളാഹിൻ്റെ പേരാണ് യാ നാസിറു യാ അല്ലാഹ്, സഹായിക്കുന്ന പടച്ചവനെ. ഖുർആനിൽ എത്ര വട്ടമാണ് ഈ ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചു യാ നാസിറു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ പ്രിയപ്പെട്ടവരെ നമുക്ക് എവിടെയും പിടിച്ചു വെക്കാൻ പറ്റും. ഒരു കൂട്ടം ആളുകൾ, ഒരു സംഘം ആളുകൾ നമുക്കെതിരെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. ഒരു കൂട്ടം ആളുകൾ നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്താൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ശക്തമായൊരു ശത്രു നമ്മളെ നേരിടാൻ പോവുക, നമ്മളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഹൃദയ സാന്നിധ്യം, മനസ്സിന് സാന്നിധ്യം വേണം. മനസ്സറിഞ്ഞിട്ട് പറയണം യാ നാസിർ യാ അല്ലാഹ്. ഈ ഇസ്മ എണ്ണം നോക്കാതെ കുറേ ധാരാളമായി ചൊല്ലിയാൽ അത്ഭുതകരമായി ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തും. എഫക്റ്റീവാണ് എന്ന് ഉലമാഇന്റെ ചർച്ച കാണാം. മാത്രമല്ല നെക്സ്റ്റ് വൺ, ജീവിതത്തിൽ സകല പിടുത്തം വിട്ടു. അല്ലാഹുവേ ഇനി എന്താ, ഒരു നിർവാഹമില്ല. ആ ഘട്ടം വരുമ്പോൾ പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കളയാനല്ല ഒരു മുഅ്മിന് അത് കഴിയേയില്ല. മുഅ്മിന് വേണ്ടത് എന്താണ്? എത്ര പിടുത്തം വിട്ടാലും ഒരു പിടുത്തമുണ്ട്, അത് അള്ളാഹുവിൻ്റെ പാർശ്വമാണ്. അള്ളാഹുവിൻ്റെ കൈകളിൽ പിടിക്കാൻ പറ്റുമല്ലോ. അള്ളാഹുവിൻ്റെ എത്ര പോയാലും അടിമയ്ക്ക് ഉടമയല്ലാതെ വേറെ ആരാളുള്ളത്? ഉടമയാണെങ്കിലോ സ്വന്തം ഉമ്മയേക്കാൾ കാരുണ്യ സ്നേഹമുള്ള ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ സഹായം ഉണ്ടാകും. ജീവിതത്തിൽ സകല പ്രശ്നങ്ങളും പിടുത്തം വിട്ടൊരു ഘട്ടം വന്നാൽ, എത്രയേറെ സകല പിടുത്തവും വിട്ടാലും ജീവിതം തകരുമെന്ന് കാണുന്ന അവസ്ഥയിലും യാ നാസിറു യാ നാസിറു അല്ലെങ്കിൽ യാ നാസിർ യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ മനസ്സറിഞ്ഞ് വിളിച്ച് അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഇറക്കിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത്ഭുതകരമായി ഭൗതികപരമായ സഹായങ്ങൾ ഹെൽപ്പ് കൊണ്ട് നമ്മളെ സഹായിക്കും. തീർച്ചയാണ് മഹത്തുക്കളായ ഉലമാ പറഞ്ഞ് കടമെടുത്ത് പറയാണ്, എഫക്റ്റീവാണ്. മനസ്സറിഞ്ഞ് വിളിക്കണം യാ നാസിർ യാ അല്ലാഹ് എന്നിട്ട് ദ്വാരക്കണം. അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമത്തെ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ഉള്ളിൽ വലിയ ഭയപ്പാടുണ്ട്, ഒരു ആശങ്കയുണ്ട്, ഭയമുണ്ട് ചില വിഷയത്തിൽ. അങ്ങനെ ഉള്ള ആളുകൾ യാ നാസിർ യാ അല്ലാഹ് ഈ ഇസ്മ പതിവാക്കിയാൽ ആ ഭയപ്പാട് നീങ്ങിപ്പോകും. അള്ളാഹുവിൻ്റെ മഅയ്യത്തിൻ്റെ ബോധം വരും. അല്ലാഹ് കൂടെ ഉണ്ടല്ലോ, ഞാൻ എവിടെ ഒറ്റപ്പെട്ടാലും, ഞാൻ എങ്ങനെ പ്രയാസത്തിൽപ്പെട്ടാലും എൻ്റെ റബ്ബൻ്റെ കൂടെ ഇല്ലേ, അള്ളാഹു നോക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു യഖീനുണ്ടല്ലോ, ഒരു മഅയ്യത്തിൻ്റെ യഖീൻ, അതുണ്ടാകും അത്രേ. എന്തുണ്ടായാൽ മനസ്സറിഞ്ഞ് യാ നാസിർ യാ അല്ലാഹ് എന്ന് വിളിക്കുന്ന ആളുകൾക്ക്. നാലാമത്തത്, ഒരാൾ അനാവശ്യമായി മർദ്ദിക്കപ്പെടുക, അവഹേളനം, കളിയെ ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥകൾ ഒരാൾക്കുണ്ടാവുക. അത്തരം പ്രയാസങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ പാതിരാ സമയത്ത് എഴുന്നേൽക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഈ ഇസ്മ യാ നാസിർ യാ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഉടൻ സഡൻ ഇജാബത്ത് ഇറങ്ങും. ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്. അപ്പോൾ തഹജ്ജുദിൻ്റെ നേരത്ത്, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോഴൊക്കെ മനസ്സറിഞ്ഞിട്ട് യാ നാസിർ യാ അല്ലാഹ് എന്ന് വിളിച്ചിട്ട് ഒരുപാട് ചൊല്ലിയിട്ട് ദ്വാരന്നാൽ ഭയങ്കര ഫലമാണ്. ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ അബജദ് കണക്ക് യാ നാസിറു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മിൻ്റെ യാ നാസിർ യാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ആ നാമം മാത്രമാകുമ്പോൾ 340 അബജദ് കണക്ക്. യാ നാസിർ യാ അല്ലാഹ് എന്ന് ചേർക്കുമ്പോൾ 406 അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുന്ന ഈ എണ്ണം പറയുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം ഉണ്ടെങ്കിൽ 406 തവണ വിളിക്കാവുന്നതാണ്. യാ നാസിർ യാ അല്ലാഹ് 406 എണ്ണം മനസ്സറിഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ ദ്വാരക്കുക. അത്ഭുതകരമായ അള്ളാഹിൻ്റെ ഹെൽപ്പ്, സഹായം ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിൻ്റെ സകല പ്രശ്നമേഖലയിലും ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ഇതിനേക്കാൾ പ്രശ്നമുള്ള ഒരു താഴെ കിടക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അലൈക്കും ബിൽ ഖനാഅ,
അലൈക്കും ബിൽ ഖനാഅ. നമുക്ക് വേണ്ട എന്താ? ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ. അപ്പോൾ അള്ളാഹു വേറെ കുറേ നൽകും. അങ്ങനെയല്ലേ? ഒരാൾ മൻ റളിയല്ലാഹ ബിൽ ഖലീലി മിന റിസ്ഖി, അള്ളാഹു ഉപജീവന മാർഗം ശമ്പളവും സമ്പത്തും സൗകര്യങ്ങളും കുറച്ചേ തന്നിട്ടുള്ളൂ. അൽഹംദുലില്ലാ, ആ തന്നത് കൊണ്ട് റാഹത്താണ്. അൽഹംദുലില്ലാ, എൻ്റെ റബ്ബേ എത്ര സന്തോഷമാണ്, ഇതില്ലാത്ത ആളുകൾ എത്രയാണ്. അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിൽ തീർച്ചയായിട്ടും റളിയല്ലാഹു മിൻഹു ബിൽ ഖലീലി മിനൽ അമൽ, നിൻ്റെ ഭാഗത്ത് നിന്ന് അമൽ കുറവാണെങ്കിലും അള്ളാഹു അതിൽ തൃപ്തനാകും. അള്ളാഹ് തന്ന കുറച്ചാണെങ്കിലും തൃപ്തിപ്പെട്ടാൽ നമ്മിൽ നിന്ന് കുറച്ചാണെങ്കിലും അള്ളാഹ് തൃപ്തിപ്പെടും. എത്ര മനോഹരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് ഇരുലോക വിജയം, സന്തോഷം, സലാമത്ത്, റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും ബറക്കത്ത് അള്ളാഹു നൽകട്ടെ. ബറക്കത്തുള്ള അള്ളാഹു ഏറ്റി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله